Hello everyone. First of all, എൻ്റെ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിനോടാണ് താങ്ക് യു ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ബിക്കോസ് ഒരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് കാണാൻ പറ്റും. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എൻ്റെ ക്യാമറ ക്വാളിറ്റി, ലൈറ്റിംഗ്, ദർ ആർ ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ് ഇൻ മൈ വീഡിയോ. പക്ഷേ എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ദ ഓൺലി തിങ് ഐ എം അഷ്വറിങ് യു ഈസ് ദി ക്വാളിറ്റി ഓഫ് മൈ കണ്ടന്റ്. അതായത് ഞാൻ സെലക്ട് ചെയ്യുന്ന ഏതൊരു ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് യാതൊരുവിധ നോളജും ഇല്ലാത്ത ഏതൊരു കോമൺ മാൻ മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ഞാൻ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. സോ വെൽക്കം ടു മൈ വീഡിയോ. സോ 1947 ഓഗസ്റ്റ് 15 ശേഷം നമ്മുടെ രാജ്യം ഇന്ന് 2025 എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടം വരെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഒരുപാട് പ്രധാനപ്പെട്ട എക്കണോമിക് റിഫോംസുകൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് ആസ്പെക്ട്സുകൾ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് എക്കണോമിക് റിഫോംസുകൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറ എന്ന് പറയുന്നത്. അതായത് 1947 ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് എക്കണോമിക് റിഫോംസുകൾ. സോ ദിസ് ഈസ് വാട്ട് കലാം ഗോണ ഡു ടുഡേ. നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ശേഷം ഉണ്ടായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്കണോമിക് റിഫോംസുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. സോ ദ വീഡിയോ വിൽ ബി ഹാവിംഗ് മെയിൻലി 4 സെക്ഷൻസ്. സോ ആദ്യത്തെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ്. അതിനുശേഷം സെക്കൻഡ് 5 ഇയർ പ്ലാനും അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് പ്ലാൻസുകളെ നമ്മൾ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് വാട്ട് വി ഗോണ ഡു ടുഡേ. വെൽക്കം ടു കലാം. സോ 1947 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിൽ അന്ന് നമ്മുടെ എക്കണോമിയിൽ ഫോം ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് എക്കണോമിക് റിഫോംസുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, വിച്ച് ഈസ് ബിറ്റ്വീൻ 1951 to 1956. സോ ഈ ഒരു പ്ലാനിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ അന്ന് നമ്മുടെ രാജ്യം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഡിസ്ഇക്വിലിബ്രിയം ഇൻ ദ എക്കണോമി. സോ ഡിസ്ഇക്വിലിബ്രിയം ഇൻ ദ എക്കണോമി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അന്ന് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസേൺ ആയിരുന്നു. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ഉണ്ടായിട്ടുള്ള ഒരു മിസ്മാച്ച് ആയിരുന്നു. അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേര് അൺഎംപ്ലോയിഡ് ആണ്, അവർക്കുള്ള എംപ്ലോയ്മെന്റ് ഇല്ല. നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേര് പോവേർട്ടിയിലായിരുന്നു, അവർക്കുള്ള ഫുഡ് സപ്ലൈ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് രാജ്യത്ത് നിന്ന് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മുടെ രാജ്യത്ത് കൺസ്യൂമർ ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുതലായിരുന്നു, കൺസ്യൂമർ പ്രൊഡക്ഷൻ കുറവായിരുന്നു, വിച്ച് ലെഡ് ടു ഇൻഫ്ലേഷൻ. സോ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എറയായിരുന്നു ഈ പറയുന്ന പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എറ എന്ന് പറയുന്നത്. സോ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ ഒരു പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത്. സോ അന്ന് ഈ പറയുന്ന എക്കണോമിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള നീഡ്സുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന അഗ്രികൾച്ചർ, ഇറിഗേഷൻ, സർവീസ്, ട്രാൻസ്പോർട്ടേഷൻ, സോഷ്യൽ സെക്ടേഴ്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പ്രൈമറി സെക്ടർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു സെൽഫ് സഫിഷ്യൻസി, ബേസിക് ആയിട്ടുള്ള ഈ പറയുന്ന ഫുഡ് പ്രൊഡക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആവുക എന്നുള്ളതൊക്കെ നമ്മുടെ പ്രൈമറി ഗോളായിരുന്നു. സോ അതിന്റെ കൂടെ തന്നെ നമ്മുടെ രാജ്യം വന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഡസ്ട്രീസും ഇൻഫ്രാസ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആയിരുന്നു. ഈ പറയുന്ന രാജ്യങ്ങളുടെ വളരെ ബേസിക് ആയിട്ടുള്ള നീഡുകൾ നിലനിൽക്കുന്ന സമയത്ത് പോലും എന്തുകൊണ്ടായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന ഇൻഡസ്ട്രീസും ഇൻഫ്രാസ്ട്രക്ചറും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാനും വേണ്ടി ഞാൻ ഇതിനെ കൂടുതലായിട്ട് പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എക്കണോമിക് തിയറിയാണ്. സോ ഞാൻ അതിന്റെ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലൊന്നും പോകുന്നില്ല, പക്ഷെ അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു പാലം പണിയാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. സോ ആ ഒരു പാലം പണിയുന്ന സമയത്ത് പട്ടിണി മാറുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരും എറേസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാലം പണിയാനും വേണ്ടി ഒരു 1 crore ഓഫ് ബഡ്ജറ്റ് നമ്മൾ മാറ്റി വെക്കുക. സോ ഈ ഒരു പാലം പണിയാനും വേണ്ടി ഒരു 500 ആളുകൾ അല്ലെങ്കിൽ 500 തൊഴിലാളികൾ അതിനു വേണ്ടി മുന്നോട്ടേക്ക് വരികയാണ്. സോ ഈ ഒരു പാലം പണിയുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന 500 തൊഴിലാളികൾക്കും നമ്മൾ എന്ത് ചെയ്യാണ്, വേതനം കൊടുക്കുകയാണ്. ഈ വേതനം ലഭിക്കുന്ന ഈ ഓരോ എംപ്ലോയീസും അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. അതായത് അവരുടെ കയ്യിലുള്ള എമൗണ്ടിന്റെ ഒരു പോർഷൻ അവരുടെ ബേസിക് ആയിട്ടുള്ള അവരുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിലേക്ക് അവരെന്താണ് ഈ പറയുന്ന അവരുടെ ഇൻകത്തിന്റെ ഒരു പോർഷൻ അവരെന്ത് ചെയ്യാണ് അവിടെ സപ്ലൈ ചെയ്യാണ്. ബാക്കിയുള്ള ഒരു എമൗണ്ടിൽ നിന്ന് ചെറിയൊരു പോർഷൻ അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അവർ മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ള കുറച്ച് എമൗണ്ട് അവർ എന്ത് ചെയ്യാണ്, അവർ സേവിങ്സ് ആയിട്ട് അവരുടെ കയ്യിൽ കരുതുകയാണ്. സോ ഇത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയിയുടെ ഒരു സ്റ്റോറിയാണ്. ഇതേപോലെ ഈ ഒരു പാലം പണിയാനും വേണ്ടി 500 എംപ്ലോയീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ 500 ആളുകൾ വഴിയും എക്കണോമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പാലത്തിന്റെ ബഡ്ജറ്റിന്റെ ഒരു പോർഷൻ ഈ എക്കണോമിയിൽ തന്നെ എന്ത് ചെയ്യാണ്, അവിടെ സർക്കുലേറ്റ് ചെയ്യാണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി രാജ്യത്ത് മാറ്റിവെക്കുന്ന ബഡ്ജറ്റൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയുടെ ഉള്ളിൽ തന്നെ അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്കണോമിയിലുള്ള എല്ലാ പോപ്പുലേഷനിലും ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബഡ്ജറ്റ് എന്ത് ചെയ്യാണ് അവിടെ സർക്കുലേറ്റ് ചെയ്ത് വരികയാണ്. ഇതാണ് ഈ പറയുന്ന മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്നത്.
സോ ഈ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് വഴി നമ്മുടെ രാജ്യത്ത് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സോഴ്സ് ആയിട്ട് അന്ന് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാറുകയാണ്. പിന്നെ ആ ഒരു പ്ലാനിൽ ഉണ്ടായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു റിഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ജമീന്ദാരി സിസ്റ്റം എബോളിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ലാൻഡ് ലോഡ്സിന്റെ കയ്യിലുണ്ടായിട്ടുള്ള ഈ അഗ്രികൾച്ചറൽ സ്പേസ് ഒക്കെ ലാൻഡ് ഓഫ് ടില്ലർ എന്ന് പറയുന്ന പുതിയൊരു പോളിസി പ്രകാരം ആരാണ് ആ ഒരു സ്പെസിഫിക് അഗ്രികൾച്ചറൽ സ്പേസിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് അവരിലേക്ക് ആ പറയുന്ന സ്ഥലത്തിന്റെ ഓണർഷിപ്പ് പാസ് ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് റിഫോം അവിടെ ഫോം ചെയ്യായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് അന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സോഷ്യൽ പ്ലാനിങ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഈ പറയുന്ന ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ട് അലൈൻ ചെയ്തിട്ട് നമ്മുടെ രാജ്യത്ത് അന്ന് ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന ശിശുമരണങ്ങളൊക്കെ കുറക്കാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് റിഫോംസുകൾ, അതുപോലെ തന്നെ UGCയുടെ കീഴിൽ അന്ന് രാജ്യത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 IITസിൻ്റെ ഫോർമേഷനും ഇതൊക്കെ വന്നിട്ടുള്ളത് ഈ പറയുന്ന ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസിഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ആസ്പെക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ പറയുന്ന ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഹിറാക്കുഡ് ഡാം, ബക്രാനങ്കൽ പ്രൊജക്ട്, ദാമോദർ വാലി ഡാംസ്, ഇതുപോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ നടന്നിട്ടുള്ള ഒരു കാലമായിരുന്നു ഈ പറയുന്ന 51 to 56 എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് അന്ന് ഉണ്ടായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന്റെ ഒരുപാട് പോളിസീസ് ഫോം ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ പറയുന്ന ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്നുള്ളത്. അതുവരെ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള സിസ്റ്റത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ റെയിൽവേ നാഷണലൈസ്ഡ് ആവുന്നത് ഈ പറയുന്ന ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ കീഴിലാണ്. സോ അന്ന് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷണൽ സ്ട്രക്ചർ വഴിയായിരുന്നു. അതായത് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലർ റെയിൽവേ, ബംഗാളി റെയിൽവേ, ബോംബെ ബറോഡ ആൻഡ് കൽക്കട്ട റെയിൽവേ, ഈസ്റ്റേൺ റെയിൽവേ ആൻഡ് മദ്രാസ് റെയിൽവേ. ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലേക്ക് ഒരുപാട് ഫോർമേഷൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്നുള്ളത്. അതുപോലെ തന്നെ എയർ കോർപ്പറേറ്റ് ആക്ട് വഴി നമ്മുടെ എയർ ട്രാൻസ്പോർട്ട് നാഷണലൈസ് ചെയ്തതും ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ, LIC ഇതൊക്കെ അന്ന് ഈ പറയുന്ന എക്കണോമിക് റിഫോംസിന്റെ കീഴിൽ ഫോം ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിരുന്നു. സോ ഇത്ര ഒരുപാട് എക്കണോമിക് റിഫോംസുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അന്ന് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ട്രമൻഡസ് ആയിട്ടുള്ള ഗ്രോത്തുകൾ എല്ലാ ആസ്പെക്ട്സിലും ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ GDP 3.1% നമ്മൾ ഗ്രോ ചെയ്തു. നമ്മുടെ ഫുഡ് ഗെയിൻ പ്രൊഡക്ഷൻ 52.2 മില്യൺ നിന്ന് 67 മില്യണിലേക്ക് മാറുകയാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം ഗ്രോത്ത് എന്ന് പറയുന്നത് 18% ആയിട്ട് സപ്രസ് ചെയ്യാണ്. അതുപോലെ തന്നെ പെർ ക്യാപിറ്റ 11% എന്നുള്ള ആ ഒരു പെർസെൻറ്റേജ് റേഷ്യോയിൽ ഇൻക്രീസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇൻഡെക്സ് പ്രൊഡക്ഷൻ 7.8% മാറുകയാണ്. സോ ഇതൊക്കെ ഈ പറയുന്ന നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ ഉണ്ടായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് റിഫോംസുകളായിരുന്നു. സോ നമ്മൾ ആദ്യം പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന അല്ലെങ്കിൽ സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ പറയുന്ന സെക്ടേഴ്സിലേക്ക് ഓരോരോ റിഫോംസുകൾ കൊണ്ടുവന്നിട്ട് അതിനെ മൊത്തത്തിൽ എൻഹാൻസ് ചെയ്യുകയായിരുന്നു. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ്. 1956 മുതൽ 61 വരെ നീണ്ടു നിൽക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് റിഫോംസുകൾ ഉണ്ടായിട്ടുള്ള ഒരു പ്ലാൻ ആണ് ഈ പറയുന്ന സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്നുള്ളത്. സോ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് PC മഹാലനോബിസ്. സോ ആ ഒരു കാലഘട്ടത്തിൽ USSRൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇംപ്രസ്ഡ് ആയിട്ടാണ് PC മഹാലനോബിസ് ആ സെയിം സ്ട്രാറ്റജി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പ്രകാരം എല്ലാ രാജ്യവും അവരുടെ രാജ്യത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക് സെക്ടേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഹയർ ഇൻഫ്രാസ്ട്രക്ചറും ഹയർ ഫെസിലിറ്റീസും അതിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ആ രാജ്യത്ത് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തി, അതായത് ഒരു എൻ്റയർ പോപ്പുലേഷൻ്റെ നീഡ് മാത്രം സാറ്റിസ്ഫൈ ചെയ്യാതെ അതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തിയിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ആ രാജ്യത്തിൻ്റെ എക്കണോമിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു ഈ പറയുന്ന സോഷ്യലിസ്റ്റ് എക്കണോമിക് പ്ലാനിൻ്റേത്. സോ ഈ ഒരു സോഷ്യലിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സെൽഫ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും വേണ്ടി, അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഈ പറയുന്ന പബ്ലിക് സെക്ടേഴ്സും ഈ പറയുന്ന ഹയർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ബേസിക് നീഡ്സുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് അന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി ഗോളായിരുന്നു. സോ ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഇൻഡസ്ട്രിയൽ പോളിസി റെഗുലേഷൻസ് ആക്ട് പ്രകാരം നമ്മുടെ രാജ്യത്ത് അന്ന് കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യാതിരുന്ന ഒരുപാട് സെക്ടേഴ്സിനെ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും
അതിനെ കൃത്യമായിട്ടുള്ള ഗവൺമെന്റിന്റെ കൺട്രോളിൽ കീഴിൽ കൊണ്ടുവരികയും ഈ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ പറയുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അന്ന് രാജ്യത്ത് ഒരുപാട് പ്രൊഡക്ഷൻ നടത്തുകയാണ്. സോ അന്ന് ഈ പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഇൻഡസ്ട്രീസിനെ 3 ഷെഡ്യൂൾസ് ആക്കിയിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഷെഡ്യൂൾ എ, ഷെഡ്യൂൾ ബി, അതുപോലെ ഷെഡ്യൂൾ സി. സോ ഷെഡ്യൂൾ എ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കീഴിൽ കംപ്ലീറ്റ് കൺട്രോൾ ഉള്ള ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രി ആണ് ഈ പറയുന്ന ഷെഡ്യൂൾ എ എന്ന് പറയുന്നത്. അതിന്റെ കീഴിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് വരുന്നത് ഈ പറയുന്ന ആറ്റോമിക്, ഡിഫൻസ്, എയർക്രാഫ്റ്റ്, അയേൺ, സ്റ്റീൽ, ഇലക്ട്രിക് ഇൻഡസ്ട്രീസ് എന്നിവയാണ്. സോ നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾ ബി ആണ്. ഷെഡ്യൂൾ ബി എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഗവൺമെന്റിന്റെ കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു വർക്കിംഗ് സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താണ് ഈ പറയുന്ന പ്രൈവറ്റ് എൻറ്റിറ്റീസിന് കുറച്ചും കൂടി അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നൽകുകയാണ്. അത് കൂടുതലും വരുന്നത് ഈ പറയുന്ന ഫെർട്ടിലൈസർ, റോഡ്, ട്രാൻസ്പോർട്ട്, സീവേജ് എക്സെട്ര എന്നുള്ളതാണ്. ഷെഡ്യൂൾ സി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെക്ടർ ആണ്. ബട്ട് ഈവൻ ദോ അത് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ഹയർ അതോറിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പറയുന്ന ഗവൺമെന്റിന് കീഴിൽ തന്നെയാണ്. സോ അതൊരു ഷോർട്ട് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സോഷ്യലിസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് എല്ലാ മേഖലയും ഇൻഡസ്ട്രീസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ മേഖലയും ഗവൺമെന്റിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് മാക്സിമം പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് അതായത് രാജ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയും അതിന്റെ കൂടെ നമ്മുടെ രാജ്യം ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാക്കിയിട്ട് മാറാനും വേണ്ടിയിട്ട് ഈ പറയുന്ന സെക്കൻഡ് ഇയർ പ്ലാൻ എന്നുള്ളത് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാത്വേ ആയിരുന്നു. സോ സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ അടിസ്ഥാനത്തിൽ അന്ന് നമ്മുടെ രാജ്യത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് സെക്ടേഴ്സിലേക്കുള്ള ഒബ്ജക്റ്റീവ്സ് ആ ഒരു പ്ലാനോട് കൂടി അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ ഗ്രോത്ത് ഓഫ് ഹെവി ഇൻഡസ്ട്രീസ്. സോ ഈ ഒരു എക്കണോമിക് റിഫോംസിന്റെ അടിസ്ഥാനത്തിൽ അന്ന് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്റ്റീൽ പ്ലാന്റ്സുകളൊക്കെ ഫോം ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ പറയുന്ന സെക്കൻഡ് ഇയർ പ്ലാൻ എന്നുള്ളത്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്, ബിലാസ്പൂർ സ്റ്റീൽ പ്ലാന്റ്, അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റീൽ പ്ലാന്റ്സുകളൊക്കെ ഫോം ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ പറയുന്ന സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. സോ ഈ സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് സെക്ടേഴ്സിൽ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ GDP 4.27% ആയിട്ട് ഇൻക്രീസ് ആവുകയും നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ 80 മില്യൺ റീച്ച് ആവുകയും അതുപോലെ നമ്മുടെ നാഷണൽ ഇൻകം 19.5% ഇൻക്രീസ് ആവുകയും നമ്മുടെ ഇൻഡസ്ട്രിയൽ ഇൻഡെക്സ് പ്രൊഡക്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 11.4% അത് മാറുകയാണ്. സോ അതായത് വളരെ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് 2 ഇയർ പ്ലാന് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന മേഖല എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, ഇറിഗേഷൻ, ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു. സോ ഫസ്റ്റ് 2 ഇയർ പ്ലാന് വളരെ ട്രമൻഡസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമ്മുടെ രാജ്യത്ത് ഷോക്കേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തേർഡ് 5 ഇയർ പ്ലാനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ രാജ്യം നേരിടേണ്ടി വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പ്രശ്നങ്ങളായിരുന്നു. അതിൽ ഫസ്റ്റ് വരുന്നത് ഇന്ത്യ ചൈന വാറാണ്. അതിനുശേഷം വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വാറാണ്. അതിന്റെ കൂടെ നമ്മുടെ രാജ്യത്ത് അന്ന് ഉണ്ടായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു ഈ പറയുന്ന ഡ്രോട്ട് എന്ന് പറയുന്നത്. സോ ഈ 3 പ്രധാനപ്പെട്ട ഇഷ്യൂസ് കാരണം കൊണ്ട് തന്നെ നമ്മുടെ തേർഡ് 5 ഇയർ പ്ലാനിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ പോളിസിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വീണ്ടും വരികയായിരുന്നു. സോ ആദ്യത്തെ 2 പ്ലാനുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് സെക്ടേഴ്സിലേക്ക് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ തേർഡ് 5 ഇയർ പ്ലാൻ എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് അന്ന് ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന വരൾച്ചയും അൺപ്ലാൻഡ് ആയിട്ടുള്ള മൺസൂണൊക്കെ രാജ്യത്തിന്റെ എക്കണോമിയെ വീണ്ടും ഡിക്ലൈൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സോ ഈ ഒരു എക്കണോമിക് പ്രോബ്ലം പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ തേർഡ് 5 ഇയർ പ്ലാനിൽ കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അന്ന് സെറ്റ് ചെയ്യുകയാണ്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം, അതേപോലെ നമ്മുടെ നാഷണൽ ഇൻകം 5% ആയിട്ട് റേസ് ചെയ്യാം, നമ്മുടെ എംപ്ലോയ്മെന്റ് സെക്ടേഴ്സ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാം, ഇൻകം ആൻഡ് വെൽത്തിൽ ഉണ്ടാകുന്ന ഡിസ്പാരിറ്റി ഇഷ്യൂ റീസോൾവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ സെയിം തേർഡ് 5 ഇയർ പ്ലാനിൽ തന്നെയായിരുന്നു സ്വാമിനാഥൻ സാറുടെ കീഴിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിഷണറി ലീഡർഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഗ്രീൻ റവല്യൂഷൻ അന്ന് രാജ്യത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ള ഒരു റവല്യൂഷൻ കൊണ്ടുവരുന്നത്. ഈ ഒരു ഗ്രീൻ റവല്യൂഷന്റെ ഇമ്പാക്ട് കൊണ്ട് തന്നെ അന്ന് നമ്മുടെ രാജ്യത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് പോലുള്ള കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷന് ബൂസ്റ്റ് ആവുകയും അത് രാജ്യത്തിന്റെ എൻറ്റയർ എക്കണോമിക് ഡെവലപ്മെന്റിന് ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എലമെന്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യായിരുന്നു. സോ ഈ ഒരു ഗ്രീൻ റവല്യൂഷന്റെ ഒരു എക്സാക്ട് റിസൾട്ട് വരുന്നത് ഈ പറയുന്ന ഒരു 1978 കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്താണ്. അന്ന് ഒരു ഫുഡ് ഡെഫിഷ്യന്റ് ആയിട്ടുള്ള രാജ്യമായിട്ടുള്ള ഇന്ത്യ 1978 ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് അന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനിൽ തന്നെ ഏറ്റവും ഹയർ റാങ്കിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയായിരുന്നു.
സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ 3 ഫൈവർ പ്ലാനുകളാണ് ഒന്നുമില്ലാതിരുന്ന ഒരു ഇന്ത്യ 0% നിന്നിട്ടുള്ള നമ്മുടെ ഒരു എക്കണോമിയെ എൻഹാൻസ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരുപാട് സെക്ടേഴ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഓരോ സെക്ടേഴ്സിലും എങ്ങനെയൊക്കെ ഡെവലപ്മെന്റ് കൊണ്ടുവരാം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ഒരു 1978 1980 ആ ഒരു കാലഘട്ടം ആകുന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഡെവലപ്മെന്റ് ഈ പറയുന്ന 3 എക്കണോമിക് പ്ലാനുകളോടുകൂടി ഉണ്ടാവുകയാണ്. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കീഴിൽ ഉണ്ടായിട്ടുള്ള വേറെയും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഫോംസുകൾ അന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് 1969 ഉണ്ടായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ 14 ബാങ്കുകളെ നാഷണലൈസ് ആക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഫോം ആയിരുന്നു. അതിനുശേഷം 1970 ഉണ്ടായിട്ടുള്ള വൈറ്റ് റവല്യൂഷൻ, ലോകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് പ്രൊഡക്ഷൻ കൺട്രി ആയിട്ട് നമ്മുടെ രാജ്യം മാറുകയായിരുന്നു. അതുപോലെ തന്നെ 1973 ഉണ്ടായിട്ടുള്ള അറബ് ഇസ്രായേൽ വാറിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെല്ലായിടത്തും ഈ പറയുന്ന പെട്രോളിന്റെ പ്രൈസ് ഇൻക്രീസ് ആവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള എനർജി പ്രൊഡക്ഷൻ സോഴ്സ് ചെയ്യണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 1973 ആ സെയിം ഇയറിൽ തന്നെ കോൾ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ നെക്സ്റ്റ് ഇയറിൽ തന്നെ, അതായത് 1974 അന്ന് പൊക്രാനിൽ നമ്മൾ ഇന്ത്യ നടത്തിയിട്ടുള്ള ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റോട് കൂടി ലോകത്ത് നെഗോഷിയേഷൻ പവറുള്ള ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറുകയാണ്. സോ ഈ പറയപ്പെടുന്ന ഒരുപാട് എക്കണോമിക് റിഫോംസുകളൊക്കെ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന എക്കണോമിക് റിഫോംസുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഒരു 6th ഫൈവർ പ്ലാനിലേക്കൊക്കെ എത്തുന്ന സമയത്ത് സോഷ്യലിസ്റ്റ് എക്കണോമിക് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കുറച്ചും കൂടി ഒരു ലിബറലൈസ്ഡ് എക്കണോമിക് പേഴ്സ്പെക്റ്റീവിലേക്ക് മാറുകയാണ്. അതിന്റെ റിസൾട്ടായിട്ടാണ് 1991 ഉണ്ടായിട്ട് രാജ്യത്തിന്റെ ഒരു തലവര മാറ്റി മറിച്ചിട്ടുള്ള ഒരു എക്കണോമിക് റിഫോം ആയിരുന്നു ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു റിഫോമോട് കൂടി നമ്മുടെ രാജ്യം ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഹയർ പവർ ആയിട്ട് മാറുകയായിരുന്നു. സോ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് ഇൻഡിപെൻഡൻസ് മുതൽ നമ്മൾ ഇന്നീ കാണുന്ന 2025 എത്തുന്നത് വരെ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ഒരുപാട് XYZ റിഫോംസുകളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെവലപ്മെന്റുകൾക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഒരു എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്താണ് പഠിക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ രാജ്യം ലാക്ക് ചെയ്യുന്ന ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ ലാക്ക് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ ഈ ഇഷ്യൂസിനൊക്കെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. സോ until next video, goodbye, happy Independence Day, Jai Hind.